നമ്മൾ ഈ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന കെമിസ്ട്രിയിലെ ചാപ്റ്ററിൽ മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസാണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസും സൊല്യൂഷൻസും മാക്സിമം നമ്മൾ ഈസി മെത്തേഡിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് ഈസി ആയിട്ട് 4 മാർക്ക് നേടാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, എന്താ ചോദിച്ചിട്ടുള്ളത്? ഫോർ ദി കെമിക്കൽ റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. അതായത് അമോണിയയുടെ ഫോർമേഷനാണ് തന്നിട്ടുള്ളത്. N2 + 3H2 gives 2NH3 എന്ന് പറയുന്ന ഇക്വേഷൻ തന്നിട്ടുണ്ട്. ദെൻ ഇതുമായി ബന്ധപ്പെട്ട കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് അതായത് നിങ്ങൾ ഇതിൻ്റെ ഇക്വേഷൻ എഴുതാൻ പഠിക്കണം. അതായത് N2 + 3H2 gives 2NH3. അതായത് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ dN2/dt is equal to dH2/dt is equal to dNH3/dt. ഇങ്ങനെ എഴുതുക. dN2/dt, dH2/dt, dNH3/dt. ഓക്കെ, ഇവിടെ 3 തന്നിട്ടില്ലേ? 3 എന്ന് കൊടുത്തിട്ടുണ്ട്. 3 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ 1/3 എന്ന് എഴുതുക. ഇതിന് മുൻപിൽ 1/3 എന്ന് എഴുതുക. ഇവിടെ 2 കൊടുത്തിട്ടില്ലേ? അതുകൊണ്ട് ഇവിടെ 1/2 എന്ന് എഴുതുക. മനസ്സിലായോ? ദെൻ ഇത് റിയാക്റ്റൻ്റ് അല്ലേ? നൈട്രജനും ഹൈഡ്രജനും റിയാക്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ മൈനസ് കൊടുക്കുക. പ്രൊഡക്റ്റായിട്ട് അമോണിയക്ക് മൈനസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇതായിരിക്കും കറക്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പ്രഷൻസ് എഴുതേണ്ടത്. ഈ കൊടുത്തതിൽ ഈ ഓപ്ഷനിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. ഈ ഓപ്ഷനിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണാം -1/3 dH2/dt. ഓക്കെ, ശരിയാണ്. ഈസ് ഈക്വൽ ടു -1/2 dNH3/dt. അത് ശരിയല്ല, കാരണം +1/2 dNH3/dt ആണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. ഇനി അടുത്ത ഓപ്ഷൻ എടുക്കാം നമുക്ക്. -dN2/dt അത് ഓക്കെയാണ്. ഈസ് ഈക്വൽ ടു 2 dNH3/dt. അത് ശരിയല്ല, കാരണം 2 dNH3/dt വരെ എന്ത് വരണം? 1/2 dNH3/dt വരണം. സോ ഓപ്ഷൻ 3യും ഇൻകറക്റ്റ് ആണ്. ദെൻ ഓപ്ഷൻ തേർഡ് എടുക്കൂ. dN2/dt -dN2/dt കറക്റ്റ് ആണ്. 1/2 dNH3/dt 1/2 dNH3/dt. അപ്പോൾ അത് ശരിയാണല്ലോ. സോ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ 3 ആയിരിക്കും. ജസ്റ്റ് ഒന്ന് 4 കൂടി നമുക്ക് എടുത്തു നോക്കാം. 3dH2/dt ശരിയല്ല, കാരണം -1/3 dH2/dt ആണ് വരേണ്ടത്. സോ ഇതും എന്താണ്? തെറ്റാണ്. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആദ്യം ഇത് എഴുതി വെക്കണം, എന്നിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കണം. ഓക്കെ ആണോ? ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആയിരിക്കും. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എടുക്കാം. വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ഫോർ ദി റിയാക്ഷൻ N2O5 ഈസ് ഈക്വൽ ടു 2NO2 + ½ O2. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട് നമുക്ക്. ദെൻ ഇവിടെ എന്താണ്? വാല്യൂ ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് N2O5 ഡിസപ്പിയർ ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6.25 × 10⁻³ ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് NO2ഉം O2ഉം ഫോം ചെയ്യുന്നതിൻ്റെ റേറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഇക്വേഷൻ ജസ്റ്റ് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് ഇതിനെങ്ങനെ എഴുതാം? -dN2O5/dt ഈസ് ഈക്വൽ ടു -1/2 +1/2 dNO2/dt ഈസ് ഈക്വൽ ടു, ദെൻ 1/2 വരുമ്പോൾ 2 ആവും. 2 dO2/dt. ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചു. ഇത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ മറ്റൊരു തരത്തിൽ പറഞ്ഞുതരാം. കാരണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തെറ്റില്ല, അല്ലെങ്കിൽ തെറ്റാനുള്ള ചെറിയൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, ശ്രദ്ധിക്കൂ. ഇപ്പോൾ ഇതുവരെ പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രശ്നമല്ല. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, മാക്സിമം നിങ്ങൾ ഇത് മുഴുവനായിട്ട് വാച്ച് ചെയ്യണം. ഈ സീരീസ് മുഴുവനായിട്ട് വാച്ച് ചെയ്യണം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരാൻ പോകുന്ന എക്സാമിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ എഴുതണം: -dN2O5/dt. ഓക്കെ, ഇവിടെ 2 ആണ്. ഇവിടെ എന്താണ്? 1/2 ആണ്. ഇവിടെ ഒന്നുമില്ല, അതായത് 1 ആയിട്ട് എടുക്കാം നമുക്ക്. ജസ്റ്റ് ഞാൻ 1 എന്ന് എഴുതാം. ഓക്കെ, ദെൻ dNO2/dt all divided by 2. ഓക്കെ ആണ്. ഇത് മുകളിലോട്ട് എടുത്താൽ നമ്മൾ നോർമലായിട്ടുള്ളത് വരും. സാധാരണ നമ്മളിത് എഴുതൽ -1/2 എന്നാണ് എഴുതൽ. ഓക്കെ, പക്ഷെ ഞാനിത്
ഒരു ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാതും ഏറ്റവും താഴെ കൊണ്ടുപോയി എഴുതുകയാണ്. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്ത് എന്ത് വരും? dO2/dt ഹോൾ ഡിവൈഡഡ് ബൈ എത്രയാണ്? 1/2. മനസ്സിലായോ? ഓക്കെ, ഇത് നമുക്ക് ഞാൻ മുമ്പ് എഴുതിയതുപോലെയും എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം. കാരണം ഇങ്ങനെ എഴുതിയാൽ തെറ്റാനുള്ള ചാൻസ് ഇല്ല. കാരണം ഏത് സംഖ്യ വന്നാലും ഏറ്റവും താഴെ കൊണ്ടുപോയി ഇട്ടാൽ മതി. 2 ആണെങ്കിൽ 2 താഴെ കൊണ്ടുപോയി ഇടുക. അത് അല്ലെങ്കിൽ നമുക്ക് 1/2 ആണ് കിട്ടുന്നതെങ്കിൽ 1/2 ഏറ്റവും താഴെ കൊണ്ടുപോയി ഇടുക. ഓക്കെ, അതുപോലെ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഇവർ പരസ്പരം ഈക്വലാണ്. ഓക്കെ, നമുക്ക് ഓൾറെഡി ഈ dN2O5 റേറ്റ് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 6.25 × 10⁻³ നമുക്ക് എന്തോ കണ്ടുപിടിക്കണം? NO2 കണ്ടുപിടിക്കണം, O2 ഫോർമേഷൻ കണ്ടുപിടിക്കണം. സോ ഈ ഇതിൻ്റെ ഡിസപ്പിയറൻസ്, അതായത് N2O5 ഡിസപ്പിയറൻസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? NO2 O2 ഫോർമേഷൻ ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ഈ വാല്യൂ നമുക്കറിയാം. ആ വാല്യൂ ഞാൻ ഇവിടെ എഴുതുകയാണ്, 6.25 × 10⁻³ ഓക്കെ, ദെൻ ഈക്വൽ ടു, സപ്പോസ് ഞാൻ ആദ്യം കണ്ടുപിടിക്കുന്നത് dNO2/dt ഫോർമേഷൻ റേറ്റ് ആണ്. ഇതാണ് റേറ്റിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അല്ലെങ്കിൽ റേറ്റിൻ്റെ ഫോം എന്ന് പറയുന്നത്. സോ dNO2/dt ഹോൾ ഡിവൈഡഡ് ബൈ 2 ആണ്. സോ ഈ 2 എന്ത് വരും? അടുത്ത സ്റ്റേജിൽ എങ്ങോട്ട് വരും? ഇവിടെ വരും. ഓക്കെ, അടുത്ത സ്റ്റേജിൽ എന്ത് വരും? ഇവിടെ വരും. അപ്പോൾ ആൻസർ എന്ത് കിട്ടും നമുക്ക്? 2 × 6.25 × 10⁻³ എത്ര വരും? 12.5 × 10⁻³. ഓക്കെ, 10⁻³. ഇനി നിങ്ങൾ ഓപ്ഷനിലോട്ട് നോക്കൂ. ഇവിടെ 10⁻³ വരുന്നത് 6.25 ആണ്, അല്ല, ഇവിടെ 12.5 × 10⁻³ ഈ 12.5 × 10⁻³ എന്നതിനെ നമുക്ക് 1.25 × 10⁻² എന്ന് എഴുതിക്കൂടെ? ശരിയല്ല. അതായത് ഒരു പോയിന്റ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളിത് 10⁻² ആവും. സോ ഈ ഓപ്ഷൻ ബിയും 1.25 × 10⁻² ആണ്, ഓപ്ഷൻ ഡിയും 1.25 × 10⁻² ആണ്. നമുക്കൊരു കാര്യം മനസ്സിലായി, എയും സിയും അല്ല ആൻസർ, ഇതിൽ രണ്ടും ഏതോ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. സി, അടുത്ത സ്റ്റേജിൽ നമ്മൾ എഴുതാൻ പോകുന്നു ഈ -dN2O5/dt ഈസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആണ്? ഓക്സിജൻ്റെ ഫോർമേഷൻ ഈക്വൽ അല്ലേ? സോ നമുക്ക് ഇങ്ങനെ എഴുതാം, 6.25 × 10⁻³ ഈസ് ഈക്വൽ ടു dO2/dt. dO2/dt ഇവിടെ ഒരു ഹാഫ് ഇല്ലേ? ഈ ഹാഫ്, ഓക്കെ, ഞാനിവിടെ തന്നെ എഴുതി, ഇനി കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, ഇനി അടുത്ത സ്റ്റേജിൽ നമ്മൾ ഈ ഹാഫിന് ഇങ്ങോട്ട് എടുക്കും. അപ്പോൾ എന്ത് വരും? dO2/dt ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 6.25 × 10⁻³. അതായത് ഇതിൻ്റെ ഹാഫ് എത്ര വരും? 6.25 ഹാഫ് എത്രയാണ്? 3.125 × 10⁻³. സോ ഓക്സിജൻ്റെ ഫോർമേഷൻ എത്രയാണ്? 3.125 × 10⁻³ ആണ്. ഇവിടെ 3.125 × 10⁻³ എയും സിയും നോക്കൂ, ഇതല്ലേ കറക്റ്റ് ആൻസർ വരുന്നത്? NO2 6.25 × 10⁻³, ദെൻ O2 3.125 × 10⁻³. സോ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? സോറി, ഇതല്ലേ വരും? ഇതല്ല, ഇതാണല്ലേ നമ്മൾ സെലക്ട് ചെയ്തത്. ഇതിൽ 3.125 ആർക്ക് വരുന്നത്? ബിക്കാണ്. ഓക്കെ, സോ ബി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായോ? NO2 ഫോർമേഷൻ 1.25 × 10⁻², ദെൻ O2 ഫോർമേഷന് 3.125 × 10⁻³ ഒന്നുമില്ല. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. നമ്മൾ മുന്നേ എഴുതിയ റേറ്റിൻ്റെ സെയിം തന്നെയാണത്, പക്ഷെ അത് നമ്മൾ 2ഉം 1/2, അതായത് ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. 2 എടുത്താൽ 1/2 എഴുതണം, അല്ലെങ്കിൽ 1/2 എടുത്താൽ 2 വരണം. അതിന് ചെറിയ മാറ്റം ഉണ്ടല്ലോ. അത് മാറാതിരിക്കാനാണ്, ഏതൊരാൾക്കും മാറാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എഴുതിയത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻ എഴുതിയ സെയിം പാറ്റേൺ ഉപയോഗിച്ച് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല, രണ്ടും സെയിം ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വെൻ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻറ്റ് ഈസ് ഡബിൾഡ് ദ ഹാഫ് ലൈഫ് പീരിയഡ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മിക്കവാറും എക്സാമിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഹാഫ് ലൈഫ്, ഇത് ചോദിച്ചിട്ടുള്ളത് ഹാഫ് ലൈഫാണ്. ഹാഫ് ലൈഫിനൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് ടി ഹാഫ് അല്ലെങ്കിൽ ഹാഫ് ലൈഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു 1/a⁻n−1. ഓക്കെ, നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള ഓർഡർ ഓഫ് റിയാക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓർഡർ ഉണ്ട്, സീറോ ഓർഡർ ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഉണ്ട്, ഒരുപാടുണ്ടല്ലോ. ഇതിൽ ഞാൻ
ഈ n എന്ന് പറയുന്ന ഓർഡർ ഓഫ് റിയാക്ഷൻസ് ആണ്. സപ്പോസ് ഞാൻ n 0 ആയിട്ട് എടുക്കുകയാണ്, 0 ഓർഡർ റിയാക്ഷൻ എടുക്കുകയാണ്. കാരണം ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് 0 ഓർഡർ റിയാക്ഷൻ ആണെന്ന്. സോ ദ ഹാഫ് ലൈഫ് പീരിയഡ് ഓഫ് എ 0 ഓർഡർ റിയാക്ഷൻ എന്താണെന്ന്, സോ ഞാൻ n 0 ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? ടി ഹാഫ് പ്രൊപ്പോർഷണൽ ടു 1 a raised to 0 minus 1, 0 minus 1, അതായത് ടി ഹാഫ് പ്രൊപ്പോർഷണൽ ടു 1/0 minus 1 എത്രയാണ്? a raised to minus 1. ഇത് മുകളിലോട്ട് വന്നാൽ a ആവില്ലേ? സോ ടി ഹാഫ് പ്രൊപ്പോർഷണൽ ടു a, അതായത് ടി ഹാഫ് എന്തിന് പ്രൊപ്പോർഷണൽ? എക്ക് പ്രൊപ്പോർഷനാണ്. അപ്പോൾ എന്താണ്? വെൻ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻറ്റ് ഈസ് ഡബിൾഡ് ദ ഹാഫ് ലൈഫ് പീരിയഡ് ഓഫ് എ 0 ഓർഡർ റിയാക്ഷൻ. അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്താൽ ഹാഫ് ലൈഫ് പീരിയഡ് അഥവാ ടി ഹാഫിന് എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സപ്പോസ് ഇവിടെ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ലേ? അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എ ഡബിൾ ആക്കിയാൽ ഓട്ടോമാറ്റിക്കലി എന്താവും? ടി ഹാഫും ഡബിൾ ആവും, കാരണം ഇവർ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. സോ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എടുക്കാം. 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് നീറ്റ് എക്സാമിൽ. അതായത് സെയിം സംഭവം തന്നെയാണ്. വെൻ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻറ്റ് ഈസ് ഡബിൾഡ് ഇൻ എ റിയാക്ഷൻ ഇറ്റ്സ് ഹാഫ് ലൈഫ് പീരിയഡ് ഈസ് നോട്ട് അഫക്റ്റഡ്. അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തെന്നറിയും? ഡബിൾ ചെയ്തു, പക്ഷേ എന്താണ്? ഹാഫ് ലൈഫ് പീരിയഡിൽ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഇത് ഏത് ഓർഡർ റിയാക്ഷൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെയിം ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. ഈ എന്നിൻ്റെ സ്ഥാനത്ത് നമുക്ക് 0 1 ഒക്കെ ഇട്ട് നോക്കാം. അപ്പോൾ ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. സെയിം ടി ഹാഫ് പ്രൊപ്പോർഷണൽ ടു 1/a raised to n minus 1. ഓക്കെ, ഇനി ഞാൻ ഫസ്റ്റ് ഓർഡർ ഞാൻ എടുക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. ഇനി ഇതാണ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇനി ചെയ്യാനൊന്നും നിൽക്കണ്ട, ഇത് കാണുമ്പോൾ തന്നെ ജസ്റ്റ് എഴുതിയാൽ മതി നിങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് 0 ഓർഡർ എടുത്ത് നോക്കാം. n സപ്പോസ് 0 ആയിട്ട് എടുക്കാം. ഓക്കെ, സോറി 0 ആണ് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞത്. ഓക്കെ, സോ ഇനി നമുക്ക് n 1 ആയിട്ട് എടുക്കാം. സോ 0 ഓർഡർ റിയാക്ഷൻ വരുമ്പോൾ അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് 1 എടുക്കാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എടുത്ത് നോക്കാം. സി n 1 എടുക്കാം. അപ്പോൾ എന്ത് വരും? ടി ഹാഫ് പ്രൊപ്പോർഷണൽ ടു 1/a raised to n എന്താണ്? 1 ആണ്. 1 minus 1. സോ എന്താവും? 1 minus 1 0. a raised to 0 എത്രയാണ്? 1 അല്ല. a raised to 0 എന്ന് പറയുന്നത് 1 ആണ്. സോ അതായത് ടി ഹാഫ് പ്രൊപ്പോർഷണൽ ടു 1, അതായത് എന്താണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷനുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനീഷ്യൽ കോൺസെൻട്രേഷനുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. ഏത് ഓർഡർ റിയാക്ഷൻ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സോ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എടുക്കാം. സി, ഒരു ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട് ഇവിടെ. x2 + y2 gives 2xy. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓവറോൾ ഓർഡർ റിയാക്ഷൻ, ഓവറോൾ ഓർഡർ ഓഫ് ദി റിയാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓവറോൾ ഓർഡർ ഓഫ് ദി റിയാക്ഷൻ. ഓക്കെ, ഇതിന് നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിവിടെ 3 റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ സ്ലോ സ്റ്റെപ്പ് ഒന്ന് സ്ലോ ആണെന്ന് എഴുതിയിട്ടില്ലേ? ഈ സ്ലോ സ്റ്റെപ്പ് ആയിരിക്കും RDS അഥവാ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലോ സ്റ്റെപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. റേറ്റ് ഈസ് ഈക്വൽ ടു K × X × y2. ശരിയല്ലേ? നമ്മുടെ മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതല്ലേ? ഈ മെയിൻ ഇക്വേഷനിൽ നമുക്ക് y2 കാണാം, പക്ഷേ x2 കാണാൻ കഴിയില്ല. ഇവിടെ y2 ഉണ്ട്, ഇവിടെയും y2 ഉണ്ട്, പക്ഷേ ഇവിടെയുള്ള x എന്തില്ല? ഇവിടെ മെയിൻ ഇക്വേഷനിൽ x ഇല്ല. അപ്പോൾ നമ്മൾ ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് നടത്തണം. ഇവിടെ x2 ഉള്ളത് എവിടെയാണെന്ന് നോക്കൂ. ഈ 3 എണ്ണത്തിൽ അല്ലെങ്കിൽ 2 എണ്ണത്തിൽ, ഫസ്റ്റിലാണോ തേർഡിലാണോ? x2 ഉള്ളത് ഫസ്റ്റിലാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റിൻ്റെ k ഒന്ന് എഴുതി നോക്കാം. റേറ്റ് കോൺസ്റ്റൻറ്റ് k ഒന്ന് എഴുതി നോക്കാം. റേറ്റ് കോൺസ്റ്റൻറ്റ് k എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ബൈ റിയാക്റ്റൻ്റ് ആണ്. പ്രൊഡക്റ്റ് എന്താണ്? എക്സ് ആൻഡ് എക്സ് ആണ്. റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് x2 ആണ്. സോ പ്രൊഡക്റ്റ് x × x ഡിവൈഡഡ് ബൈ റിയാക്റ്റൻ്റ് x2, കോൺസെൻട്രേഷൻ ഓഫ് x2. അപ്പോൾ എന്ത് കിട്ടും? x × x x² ബൈ കോൺസെൻട്രേഷൻ ഓഫ് x2. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എക്സിനെയാണ്. നമുക്ക് വേണ്ടത് എക്സിനെയാണ്. അപ്പോൾ എക്സ് എന്ത് പറയും? x² is equal to k × x2, k × കോൺസെൻട്രേഷൻ ഓഫ് x2. അപ്പോൾ എക്സ് അല്ലേ നമുക്ക് വേണ്ടത്? ഇവിടെ നമുക്ക് എക്സ് ആണ് വേണ്ടത്. സോ എക്സ്
ഈസ് ഈക്വൽ ടു കെ റേസ് ടു, ഈ സ്ക്വയർ കളഞ്ഞാൽ ഇവിടെ എന്താവും 1/2 കൊടുക്കണം നമ്മൾ. കെ റേസ് ടു 1/2 x2 റേസ് ടു 1/2. മനസ്സിലായോ? ഇനി നമുക്ക് ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് വരും നമുക്ക്? സി റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ദെൻ എക്സിന് പകരം ഇത് കൊടുക്കുക, ഈ വാല്യൂ കൊടുക്കുക. അതായത് കെ റേസ് ടു 1/2 ഇൻറ്റു x2 റേസ് ടു 1/2. ദെൻ അതിനുശേഷം നമ്മുടെ ഈ എന്താണ് y2 ഇവിടെ കൊടുന്ന് എഴുതുക, y2. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ, അതായത് ഓവറോൾ ടോട്ടൽ ഓർഡറാണ് ചോദിച്ചിട്ടുള്ളത്. സി ഇവിടെ x2 ഓർഡർ എത്രയാണ്? x2 ഓർഡർ എന്ന് പറയുന്നത് 1/2 ആണ്, അതായത് 0.5 ആണ്. അതുപോലെ ഇവിടെ y2 ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. സോ 0.5 പ്ലസ് 1 എത്രയാണ്? 1.5. ഈ 1.5 ആയിരിക്കും ടോട്ടൽ അല്ലെങ്കിൽ ഓവറോൾ ഓർഡർ എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? ആദ്യം റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, അതിൻ്റെ റേറ്റ് ഇക്വേഷൻ എഴുതി. റേറ്റ് ഇക്വേഷൻ എഴുതിയപ്പോൾ ഇവിടെയുള്ള എക്സ് എന്തിനില്ല? മെയിൻ ഇക്വേഷനില്ല, ഇല്ല. അപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? x2 ഉപയോഗിച്ച് ഈ റിയാക്ഷൻ, ഫസ്റ്റ് റിയാക്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് നടത്തി, അതിൻ്റെ കെ കണ്ടു. സോ ഈ കെയിൽ നിന്ന് നമ്മൾ എക്സ് ഐസൊലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്ത മാതിരി നമ്മൾ എന്ത് ചെയ്തു? ഇത് മെയിൻ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ ഓവറോൾ ഓർഡർ കിട്ടി നമുക്ക്. ഇത് നിങ്ങൾ ഒരു 2-3 പ്രാവശ്യം ഇത് ചെയ്താൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മൈൻഡിലോട്ട് കാര്യങ്ങൾ വരും. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. ആക്ച്വലി ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ മിക്കപ്പോഴും നമുക്ക് കാണാൻ കഴിയും എക്സാമിൽ, എസ്പെഷ്യലി ഈ ചാപ്റ്ററിൽ നിന്ന് മിക്കപ്പോഴും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. ഓക്കെ, വളരെ സിമ്പിളാണ്. സി, ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഒരു സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ് കൊടുത്തിട്ടുണ്ട് 10⁻². ഓക്കെ, ദെൻ നമ്മളോട് ചോദിച്ചിട്ടുള്ള ടൈം, ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക്. സോ ടൈമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 20 gram ഓഫ് ദ റിയാക്ടൻ റെഡ്യൂസ് ടു 5 gram. ഇനീഷ്യൽ കോൺസെൻട്രേഷന് 20 gram ആണ്, ഫൈനൽ കോൺസെൻട്രേഷന് 5 gram ആണ്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ എഴുതാം. സി, ഫസ്റ്റ് ഓർഡർ റിയാക്ഷനുമായി ബന്ധപ്പെട്ട ഇക്വേഷനാണ് K ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ ടി ലോഗ് a/a-x. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കൂ. സി, കെ തന്നിട്ടുണ്ട്. കെ എന്ന് പറയുന്ന സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ് എത്രയാണ്? 10⁻² പെർ സെക്കൻഡ് ആണ്, 10⁻². ദെൻ എ തന്നിട്ടുണ്ടോ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എ തന്നിട്ടുണ്ട് 20 gram. ദെൻ ഫൈനൽ കോൺസെൻട്രേഷൻ a-x തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. സി, 5 gram. റിയാക്ടൻ റെഡ്യൂസ് ടു 5 gram. സോ ഫൈനൽ കോൺസെൻട്രേഷൻ എത്രയാണ്? അതായത് a-x എത്രയാണ്? 5 gram ആണ്. ടൈം തന്നിട്ടുണ്ടോ? ടൈം തന്നിട്ടില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഈ വാല്യൂസ് ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഓക്കെ, ഇതിൽ നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യാൻ ഈ ലോഗ് ഉണ്ടെന്ന് നിങ്ങൾ പേടിക്കേണ്ട. ഇത്തരത്തിലുള്ള ലോഗ് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. അതായത് നിങ്ങളിവിടെ ഈ ലോഗ് 2 and 3 ഇതിൻ്റെ വാല്യൂ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. മിക്കപ്പോഴും നിങ്ങൾക്ക് അത് പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് പിന്നെ അത് ഈ ലോഗ് 4 വന്നാൽ എങ്ങനെ ലോഗ് 2 ആക്കി മാറ്റാം, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങൾ ഈ കാൽക്കുലേഷൻ കണ്ട് പേടിക്കൊന്നും വേണ്ട. ഓക്കെ, ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സി, നമുക്ക് ഈ വാല്യൂ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ കെ എത്രയാണ്? 10⁻² ആണ്, ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ ടി ലോഗ് എ എത്രയാണ്? 20/a-x എത്രയാണ്? 5 ആണ്. ഓക്കെ, ദെൻ നമുക്ക് ടി അല്ല കണ്ടുപിടിക്കുക, അപ്പോൾ ടീനെ നമുക്ക് ഇങ്ങോട്ട് എടുത്താലോ. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ ഈ കളർ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സപ്പോസ് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, അടുത്ത വീഡിയോയിൽ നമ്മൾ മാറ്റുന്നതാണ് ഈ കളർ. ഓക്കെ, 2.303 ഡിവൈഡഡ് ബൈ 10⁻² ഇൻറ്റു ലോഗ് 20/5. സി, ലോഗ് 20/5 എത്രയാണ്? 4 അല്ലേ? ഓക്കെ,
സോ നമുക്ക് എന്ത് എഴുതാം, അതുപോലെ ഈ ലോഗ് 4ന് എനിക്ക് സപ്പോസ് നിങ്ങൾക്ക് ലോഗ് 4ൻ്റെ വാല്യൂ അറിയെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യാം. എനിക്ക് ലോഗ് 4ൻ്റെ വാല്യൂ അറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഈ ലോഗ് 4നെ എനിക്ക് ലോഗ് 2 ആക്കി മാറ്റിക്കൂടെ? അതായത് ലോഗ് 4 എന്ന് പറയുന്നത് ലോഗ് 2 സ്ക്വയർ ആണ്. ലോഗ് 4 എന്ന് പറയുന്നത് ലോഗ് 2 സ്ക്വയർ അല്ലേ? അപ്പോൾ ഈ ലോഗ് 2 സ്ക്വയർ വന്നാൽ അതിന് നമുക്ക് മറ്റൊരു തരത്തിൽ എഴുതാം, ബി. അതായത് ലോഗ് എ റേസ് ടു ബി എന്ന് പറയുന്നത് എന്താണ്? ബി ലോഗ് എ ആണ്. എന്താണ്? ലോഗ് എ റേസ് ടു ബി എന്ന് പറയുന്നത് ബി ലോഗ് എ ആണ്. ബി ലോഗ് എ ആണ്. അതായത് ലോഗ് 2 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 2 ലോഗ് 2 ആണ്. മനസ്സിലായോ? ലോഗ് 2 ലോഗ് 2 ആണ്. സോ അടുത്ത സ്റ്റേജിൽ എന്ത് എഴുതണം നമുക്ക്? 2.303 ഡിവൈഡഡ് ബൈ 10 റേസ് ടു മൈനസ് 2 ഇൻറ്റു 2 ലോഗ് 2. ലോഗ് 2യുടെ വാല്യൂ എത്രയാണ്? ലോഗ് 2യുടെ വാല്യൂ എന്ന് പറയുന്നത് 0.3010 ആണ്. ഞാൻ ഇവിടെ ജസ്റ്റ് 0.3 എന്ന് മാത്രം എടുക്കുകയാണ്. സോ 0.3. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാക്റ്റ് വാല്യൂ കിട്ടില്ല, അതുമായി അടുത്ത് കിടക്കുന്ന വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ കുഴപ്പമില്ല, ഓക്കെ, നമുക്ക് ജസ്റ്റ് ആൻസർ കിട്ടിയാൽ മതിയല്ലോ. 2 ഇൻറ്റു ലോഗ് 2ൻ്റെ വാല്യൂ എടുത്ത് എത്രയാണ്? 0.3. സോ 2 ഇൻറ്റു 0.3 എത്രയാണ്? 0.6 ആണ്. സോ അതുപോലെ ഞാൻ 2.303ൽ ജസ്റ്റ് 2.3 എന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇൻറ്റു 2 ഇൻറ്റു 0.3 എത്രയാണ്? 0.6 ഡിവൈഡഡ് ബൈ 10 റേസ് ടു മൈനസ് 2. ഓക്കെ, ഇനി 2.3 ഇൻറ്റു 0.6 ഡിവൈഡ് ബൈ 10 റേസ് ടു മൈനസ് 3. അതായത് 23 ഇൻറ്റു 0.6 എത്രയാണ്? 3 6 18 ശിഷ്ടം 1 6 2 12 12 1 13 138. ഇവിടെ 2 പോയിൻ്റ് ഇല്ലേ? സോ 2 പോയിൻ്റ് ഞാൻ മുമ്പിലോട്ട് ഇട്ട് കൊടുത്തു. ഡിവൈഡഡ് ബൈ 10 റേസ് ടു മൈനസ് 2. ഈ 10 റേസ് ടു മൈനസ് 2 മുകളിലോട്ട് പോവുകയാണെങ്കിൽ 10 സ്ക്വയർ ആവില്ലേ? സോ 1.38 ഇൻറ്റു, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഇതുകൊണ്ട് എഴുതാം, റോസ് കളറിൽ എഴുതാം. സോ എന്ത് വരും? 1.38 ഇൻറ്റു ഈ 10 റേസ് ടു മൈനസ് 2 മുകളിലോട്ട് പോയാൽ 10 സ്ക്വയർ ആവില്ലേ? 1.38 ഇൻറ്റു 10 സ്ക്വയർ. അപ്പോൾ എത്ര വരും? 138 വരില്ലേ? സോ 138 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 138.6 ആണ് എക്സാക്റ്റ് വാല്യൂ. കാരണം നമ്മൾ എക്സാക്റ്റ് പോയിന്റ് എടുത്തിട്ടില്ല നമ്മൾ, അതുകൊണ്ട് തന്നെ അടുത്ത വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. കുഴപ്പമില്ല, നമുക്ക് ആൻസർ കിട്ടിയാൽ മതിയല്ലോ, ഇത് ബോർഡ് എക്സാം ഒന്നും അല്ലല്ലോ. സോ 138.6 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ജസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. K is equal to ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇക്വേഷൻ ആണ്. K is equal to 2.303 ഡിവൈഡഡ് ബൈ T ലോഗ് എ ബൈ എ മൈനസ് 6. വാല്യൂ എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ വരുന്ന ലോഗിൻ്റെ കേസിലാണ്. ഒന്നുമില്ല, ലോഗ് 2ൻ്റെയും 3ൻ്റെയും വാല്യൂ മിനിമം പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ലോഗ് 4 തരികയാണെങ്കിൽ ലോഗ് 2 സ്ക്വയർ ആക്കുക, ദെൻ അത് 2 ലോഗ് 2 എന്ന് എഴുതുക. അങ്ങനെ ആ ചെറിയ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്തരത്തിലുള്ളത് മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സിമ്പിളായിട്ടുള്ള ലോഗ് വാല്യൂസ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 138.6 ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കും. നിങ്ങളുടെ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക. ഫുള്ളായിട്ട് വീണ്ടും വാച്ച് ചെയ്തിട്ട് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. ഒരു മിനിമം 2-3 പ്രാവശ്യമെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.